മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രന് അവസാന യാത്രയയപ്പ് നൽകാനൊരുങ്ങി മലയാളക്കര. തങ്ങളുടെ പ്രിയ ഗായകനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേരാണ് തടിച്ചുകൂടിയത്. ഇന്ന് രാവിലെ ഏകദേശം 8 മണിയോടുകൂടി അമല ആശുപത്രിയിൽ നിന്ന് പൂങ്കുന്നത്തെ വീട്ടിലെത്തിച്ച ജയചന്ദ്രന്റെ ഭൗതിക ശരീരം കാണുവാൻ വേണ്ടി നിരവധി ആളുകളാണ് ഒഴുകിയെത്തിയത്. വീട്ടിലെത്തിക്കാൻ കുറച്ച് വൈകിയതിനാൽ സംഗീത അക്കാദമിയിലെ പൊതുദർശന സമയത്തിലും മാറ്റം വന്നിരുന്നു. ഇരിഞ്ഞാലക്കുടക്കാരുടെ സ്വകാര്യ അഹങ്കാരം കൂടിയായിരുന്നു പാലിയത്ത് ജയചന്ദ്രൻ. നാട്ടുകാർക്ക് ജയചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ 100 നാക്കാണ്. അവർ വിളിക്കുന്നത് കുട്ടേട്ട എന്നാണ് ജയചന്ദ്രനെ. മലയാള സിനിമാ മേഖലയിലെ മുൻനിര താരങ്ങളടക്കം അനുസ്മരണവുമായി രംഗത്തെത്തിയിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, ദിലീപ് എന്നിങ്ങനെ നീളുന്നു താരനിര. ഒടുവിൽ എല്ലാവരും ഉറ്റുനോക്കിയത് യേശുദാസ് വരുമോ എന്നാണ്. ജയചന്ദ്രന്റെ പ്രിയ സുഹൃത്തും സഹോദരനും കൂടിയായിരുന്നു യേശുദാസ്. തൻ്റെ പ്രിയ സഹോദര തുല്യനായ ജയചന്ദ്രന്റെ വേർപാടിൽ പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖമുണ്ടെന്നും ഓർമ്മകൾ മാത്രമാണ് ഇനി പറയാനും അനുഭവിക്കാനുമുള്ളൂ എന്നാണ് യേശുദാസ് അനുസ്മരിച്ചത്. അദ്ദേഹം കുറച്ചു നാളുകളായി ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നതായി എനിക്ക് അറിയാമായിരുന്നു. ജയചന്ദ്രന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഭേദമായി എന്ന് കുറേ നാൾ മുമ്പ് കേട്ടപ്പോൾ അതിയായ സന്തോഷമുണ്ടായിരുന്നെന്നും യേശുദാസ് പറയുന്നു. എന്നാൽ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ വിട്ടുപോകുമെന്ന് താൻ ഒരിക്കലും കരുതിയില്ല. പാട്ടിൻ്റെ സമകാലികർ എന്നതിനപ്പുറത്ത് സഹോദര തുല്യമായ ബന്ധമാണ് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതും എന്നും യേശുദാസ് കൂട്ടിച്ചേർത്തു. തനിക്ക് ഓടിയെത്താൻ കഴിയാത്ത ദൂരത്തായതിനാൽ പ്രിയ സഹോദരനെ മനസ്സുകൊണ്ട് പ്രണമിക്കാനേ എനിക്ക് കഴിയുന്നുള്ളൂ. ആത്മാവിന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുന്നുവെന്നും യേശുദാസ് അനുസ്മരിച്ചു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലായി ഏകദേശം 16,000-ലധികം ഗാനങ്ങളാണ് ജയചന്ദ്രൻ പാടിയിട്ടുള്ളത്. മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം 1 തവണയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണയും നേടി. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം.